നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ട്രിഗണോമെട്രിയുടെ ക്ലാസ്സാണ്. നമ്മുടെ ബേസ് ക്ലാസ്സിൽ ഓൾറെഡി ട്രിഗണോമെട്രിയുടെ ബേസിക് കാര്യങ്ങളെല്ലാം പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളൊരു ലെവലാണ്. കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൽ തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് പ്രധാനമായിട്ടും പഠിച്ചത് അല്ലേ, ഓർക്കുന്നുണ്ടോ? ട്രിഗണോമെട്രിയുടെ തന്നെ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യൂസ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളൊരു പാർട്ടും, പിന്നെ വരുന്നത് എന്താണ് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അതായത് അതിൽ വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെ, ഹൈറ്റ്, ആ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യൂസ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, അതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ക്യൂ ആർ ദ അക്യൂട്ട് ആംഗിൾസ് സച്ച് ദാറ്റ് സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ, ദെൻ പ്രൂവ് ദാറ്റ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അല്ലേ, നമ്മൾ ഇത്രയും നാളും കണ്ട ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്കറിയാം പ്രൂവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ശ്രദ്ധിച്ചേടാ, രണ്ട് ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. എന്താ, രണ്ട് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും അക്യൂട്ട് ആംഗിൾസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ ചെറിയ ആംഗിൾസ്. ഓക്കെ, സച്ച് ദാറ്റ് സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ, സൈൻ ബിയും സൈൻ ക്യൂവും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണെന്ന് തെളിയിക്കണം അല്ലേ. അതായത് സൈൻ ബിയും സൈൻ ക്യൂവും, ഇതിൻ്റെ സൈൻ ബിയും സൈൻ ക്യൂയുടെയും വാല്യൂ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഒരു കാര്യം ആദ്യമേ പറയാം. ഈ ക്ലാസ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, പ്രത്യേകിച്ച് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ അവരൊന്ന് പോയി ബേസ് ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം വന്ന് ക്ലാസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഹിന്ദിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. നോക്കിക്കേടാ, എന്താ പറഞ്ഞിരിക്കുന്നത്? സൈൻ ബി ഈസ് ഈക്വൽ ടു സൈൻ ക്യൂ ആണ് അല്ലേ. അപ്പോൾ സൈൻ ബി നമുക്ക് എന്ത് എഴുതാടാ, ഈ ട്രയാങ്കിളല്ലേ സൈൻ ബി ഉള്ളത് അല്ലേ, ആംഗിൾ ബി ഉള്ളത് ഈ ഫസ്റ്റ് ട്രയാങ്കിളല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ട്രയാങ്കിൾ അങ്ങ് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെഴുതാം, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി എഴുതാലോ എനിക്ക്. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, അത് നമുക്ക് സൈൻ ബീനെ എഴുതിക്കൂടെ. സൈൻ ബീന് എന്തായിരിക്കും സൈൻ ബി? സൈൻ ബി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഏതാടാ, എ സി അല്ലേ. എ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എ ബി അല്ലേ. അപ്പം ഞാൻ എന്ത് എഴുതി, സൈൻ ബി ഈസ് ഈക്വൽ ടു ഞാൻ എന്തെഴുതി, എ സി ഡിവൈഡഡ് ബൈ എ ബി എന്ന് എഴുതി. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ ആണ് അല്ലേ. സൈൻ ക്യൂ ആണ്. അപ്പോൾ ക്യൂ എന്നുള്ളത് എവിടെയാണ്, ഈ ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. ക്യൂ എന്നുള്ളത് ട്രയാങ്കിൾ പി ക്യൂ ആറിലാണ് വരുന്നത്. അപ്പോൾ എന്ത് വേണം, പി ക്യൂ ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ പി ക്യൂ ആർ. പി ക്യൂ ആർ കൺസിഡർ ചെയ്തപ്പോൾ എന്ത് വന്നു, അതിൽ നിന്ന് സൈൻ ക്യൂ എഴുതാമല്ലോ. സൈൻ ക്യൂ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് പി ആർ അല്ലേടാ, പി ആർ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാ, പി ക്യൂ. പി ആർ ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് വന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, ഡൗട്ടൊന്നുമില്ല. ഇനി എന്താ, സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ ആണ്. അതാണ് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നത്, സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യടാ, ഇതിനെ രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്തൂടെ. സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ ആണെങ്കിൽ എ സി ബൈ എ ബി ഈക്വൽ ടു പി ആർ ബൈ പി ക്യൂ എന്ന് എനിക്ക് എഴുതിക്കൂടെ, എഴുതാമല്ലോ. അപ്പോൾ സിൻസ് സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ അല്ലേ, സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ ആയതുകൊണ്ട് നമുക്ക് എഴുതാം എ സി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു പി ആർ ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് എഴുതി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ, ക്ലിയർ അല്ലേ? ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കേ, എ സി എ ബി എന്താ, എ സി ഡിവൈഡഡ് ബൈ എ ബി. എ സി ബൈ എ ബി ഏതാണ്, ഇത് ഈക്വൽ ടു പി ആർ ബൈ പി ക്യൂ. പി ആർ ബൈ പി ക്യൂ ഇതാണെന്ന് കിട്ടി. ഓക്കേടാ, ഇതിപ്പോൾ രണ്ട് ഫ്രാക്ഷൻ അല്ലേ. ഫ്രാക്ഷനിൽ ഞാൻ പറയുന്നത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഇങ്ങനൊരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് എ ബൈ സി ഈക്വൽ ടു ബി ബൈ ഡി എന്ന് എഴുതാമോ? ഇങ്ങനെ എഴുതാമോ? ഇങ്ങനെ മാത്സിലൊരു റൂളുണ്ട്. എന്താണ്, എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ ബൈ സി ഈക്വൽ ടു ബി ബൈ ഡി എന്ന് എഴുതാം.
എഴുതാമല്ലോ, തെറ്റില്ല. അപ്പോൾ അത് നോക്കിക്കേടാ, ഇതേപോലെ ഞാൻ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിക്കേ, എ സി ബൈ എ ബി ഈക്വൽ ടു പി ആർ ബൈ പി ക്യു ആണ്. അതിൽ എ സി ബൈ പി ആർ ഈക്വൽ ടു, ഞാൻ പറയുവാണ്, എ സി ബൈ പി ആർ ഈക്വൽ ടു എന്താ, എ ബി ബൈ പി ക്യു. എ ബി ബൈ പി ക്യു ഇങ്ങനെ എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എന്ത് വരൂടാ, എ സി ബൈ പി ആർ. കണ്ടോ, ഫസ്റ്റത്തെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഡിവൈഡഡ് ബൈ അടുത്ത ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഈക്വൽ ടു എന്താണ്, പി ആർ. എ സി ബൈ പി ആർ ഈക്വൽ ടു എ ബി ബൈ പി ക്യു. എ ബി ഏതാണ്? എ ബി ഏതാണ്? എ ബി ഫസ്റ്റത്തെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഡിവൈഡഡ് ബൈ അടുത്ത ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. എഴുതിക്കൂടെ? അപ്പോൾ എ സി ബൈ പി ആർ ഈക്വൽ ടു എ ബി ബൈ പി ക്യു എന്ന് എഴുതി. ഇത്രയും കാര്യങ്ങൾ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഞാൻ പറയുവാണ് വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ എന്ന് എഴുതി. എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ എന്ന് എഴുതി. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇതിൽ നിന്ന് എന്ത് എഴുതാടാ? ഞാൻ പറയണേ, എനിക്ക് എ സി ബൈ പി ആർ ഈക്വൽ ടു കെ എന്നും എഴുതാം, ഓർ എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു കെ എന്നും എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ക്ലിയർ? എന്താണ്, ഞാൻ റേഷ്യോനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എഴുതി, അതിനെ ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്ത് വെച്ചു. ഇക്വേറ്റ് ചെയ്തിട്ട് എന്തെഴുതി, എ സി ബൈ ഇൻഡിവിജ്വൽ ആയിട്ടൊന്ന് കൊടുത്തു. എ സി ബൈ പി ആർ ഈക്വൽ ടു കെ, അല്ലെങ്കിൽ എ ബി ബൈ പി ക്യു ഈക്വൽ ടു കെ എന്ന് കൊടുത്തു. ഇത്രയും ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി വന്നേടാ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വാ. ഇതിനകത്ത് ഈ ഫസ്റ്റത്തെ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. ഇനി ഫസ്റ്റത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെ സൈഡ് നമുക്ക് കിട്ടി? എ സി എന്നുള്ള സൈഡും കിട്ടി, എ ബി എന്നുള്ള സൈഡും കിട്ടി അല്ലേ? എ സിയും എ ബിയും, എ സിയും വരുന്നുണ്ട് എ ബിയും വരുന്നുണ്ട് നമ്മുടെ ഫ്രാക്ഷനിൽ. ആരാ ഇല്ലാത്തത്? ബി സി അല്ലേ ഇല്ലാത്തത്? ബി സി ആണ് ഇല്ലാത്തത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ നമുക്ക് എങ്ങനെ ബി സി കണ്ടുപിടിക്കാം? ബി സി എന്ന് പറയുന്ന സൈഡ് ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറഞ്ഞു, ഇതെന്താടാ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ ബി സി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ബേസ് അല്ലേടാ? ബേസ് ആണ്. ബേസിന് ഓപ്പോസിറ്റുള്ള എ ബി അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഈ എ സി എന്നുള്ളത് അതിൻ്റെ എന്താണ്, ലംബമല്ലേ, അഥവാ അതിൻ്റെ പെർപെൻഡിക്കുലർ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബി സി എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതല്ലേ ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എന്തെഴുതി? ബേസ് സ്ക്വയർ അഥവാ ബി സി സ്ക്വയർ. ഞാൻ എന്തിനാ ബി സി എടുത്തതെന്ന് മനസ്സിലായോ? കാരണം നമ്മുടെ റേഷ്യോയിൽ ഇപ്പോൾ എനിക്ക് എ സിയും എ ബി ഒക്കെ ഉണ്ട്, അതുപോലെ ഇവിടെയും പി ആറും പി ക്യു ഒക്കെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഏതായിരുന്നു? ബി സി ആയിരുന്നു. അതുകൊണ്ടാണ് ബി സിയെ കിട്ടാൻ വേണ്ടി ഞാൻ ബി സി വരുന്ന ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്തെടുക്കാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബി സി സ്ക്വയർ എന്തെഴുതാം? ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ അല്ലേ? എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ എന്ന് എഴുതി. അല്ലെങ്കിൽ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ എന്ന് എഴുതി. എഴുതാമല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ. എ ബി എന്താണ്? എ സി എന്താണ്? എ ബി എന്താണ്? എ സി എന്താണ്? അതാ പറയാം. നോക്കിക്കേടാ, എ ബി ബൈ പി ക്യു എന്ന് പറഞ്ഞാൽ കെ അല്ലേ? എ ബി ഫസ്റ്റ് ഈ ഇക്വേഷൻ നോക്കിക്കേ, എ ബി ബൈ പി ക്യു എന്ന് പറഞ്ഞാൽ കെ ആണ് അല്ലേ? എ ബി ബൈ പി ക്യു എന്ന് പറഞ്ഞാൽ കെ ആണ്. അതിൽ നിന്ന് എനിക്ക് എ ബിക്ക് എന്തെഴുതാം? എ ബി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു പി ക്യു എന്ന് എഴുതിക്കൂടെടാ? കെ ഇൻറ്റു പി ക്യു എന്ന് എഴുതിക്കൂടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കെ ഇൻറ്റു പി ക്യു ഞാൻ കൊടുക്കുവാണ്. റൂട്ട് ഓഫ് എ ബി സ്ക്വയർ ആണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു പി ക്യു. അപ്പോൾ എ ബി സ്ക്വയർ എന്തായിരിക്കും ഇവിടെ? കെ ഇൻറ്റു പി ക്യു സ്ക്വയർ എന്ന് വരും. മൈനസ് ആരാ? എ സി സ്ക്വയർ. അപ്പോൾ എ സിന് എന്തെഴുതാം? നോക്കിക്കേ, എ സി വരുന്ന ഏതാ ഇക്വേഷൻ? എ സി ബൈ പി ആറും കെ തന്നെയാണ് അല്ലേ? എ സി ബൈ പി ആറും കെ തന്നെയാണ്. അപ്പോൾ എ സി എന്നുള്ളത് എന്തെഴുതാം? എ സി ഈക്വൽ ടു കെ ഇൻറ്റു പി ആർ എന്ന് എഴുതിക്കൂടെ? എ സി ബൈ പി ആർ ഈക്വൽ ടു കെ ആണ്. സോ എ സി എന്ന് വെച്ചാൽ കെ ഇൻറ്റു പി ആർ. ഓക്കെ, അപ്പോൾ ഇവിടെ എ സി ആണോ എ സി സ്ക്വയർ ആണോ? എ സി സ്ക്വയർ അല്ലേ? അപ്പോൾ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെ ഇൻറ്റു പി ആർ സ്ക്വയർ ആയിരിക്കും. കെ ഇൻറ്റു പി ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണോ ഇത്രയും? ഇനി എന്ത് ചെയ്യാടാ? ഇവിടെ എന്താണ്? കെ ഇൻറ്റു പി ക്യു സ്ക്വയർ, അതായത് കെ സ്ക്വയർ ഇൻറ്റു പി ക്യു സ്ക്വയർ അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു പി ക്യു സ്ക്വയർ മൈനസ് ഇവിടെ കെ ഇൻറ്റു പി ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ കെ സ്ക്വയർ ഇൻറ്റു പി ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോടാ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതിന് എന്തെഴുതാടാ? ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ പി ക്യു സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു പി ആർ സ്ക്വയർ. അപ്പം ഞാൻ എന്തെടുത്തു? കെ സ്ക്വയറിന് ഇങ്ങ് കോമൺ എടുത്തു.
റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ, പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു കെ സ്ക്വയറിനെ റൂട്ടിന് പുറത്തെടുത്തു, റൂട്ട് കെ സ്ക്വയർ ഇൻറ്റു പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് എഴുതി. റൂട്ട് കെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. റൂട്ട് കെ സ്ക്വയർ എന്താടാ? റൂട്ട് കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ എന്താ, റൂട്ടും സ്ക്വയറും കൂടി കട്ടായി പോയി ആ നമ്പർ തന്നെ കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 9 3 തന്നെയല്ലേ. അപ്പോൾ റൂട്ടിനകത്ത് കെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കെ ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിപ്പോൾ കിട്ടിയത് ഈ ഫസ്റ്റത്തെ ട്രയാങ്കിൾ എ ബി സിയിലുള്ള ബി സി എന്ന് പറയുന്ന ഒരു സൈഡിൻ്റെ കാര്യമാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇപ്പം നമുക്ക് എ സിയും കിട്ടി, ബി സിയും കിട്ടി, എ ബിയും കിട്ടി അല്ലേ. കിട്ടിയെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇക്വേഷനെങ്കിലും കിട്ടി അല്ലേ. ഇനി ആരാ വേണ്ടേ? രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് വന്നേ. ട്രയാങ്കിൾ പി ക്യു ആർ. എന്താണ്? ട്രയാങ്കിൾ പി ക്യു ആർ കൺസിഡർ ചെയ്തു. ഇവിടെ ആരൊക്കെയുണ്ട്? നമുക്ക് പി ആറിനെ പറ്റിയും കിട്ടിയായിരുന്നു, പി ക്യുവിനെ പറ്റിയും കിട്ടിയായിരുന്നു. ക്യു ആറിനെ പറ്റി കിട്ടിയോടാ? ക്യു ആറിനെ പറ്റി കിട്ടിയോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് ക്യു ആറിനെ എങ്ങനെ എഴുതാം? ക്യു ആറിൻ്റെ ഫോമിൽ എന്തായിരിക്കും? ക്യു ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതല്ലേ ക്യു ആർ? ഇത് അതിൻ്റെ ബേസ് തന്നെയല്ലേ. ഇതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എഴുതിക്കൂടെടാ? റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് എഴുതി. ഇപ്പം എനിക്ക് എന്താ കിട്ടിയത്? ഇപ്പം എനിക്ക് കിട്ടിയത് ക്യു ആർ ആണ്. ഓക്കെ, ക്യു ആർ കിട്ടി അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് എഴുതിയത്? എ സി പറഞ്ഞു, അതുപോലെ എ ബി പറഞ്ഞു, പി ആർ പറഞ്ഞു, പി ക്യു ഒക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് എ സി ഡിവൈഡഡ് ബൈ പി ആർ അല്ലേ, എ സി ഡിവൈഡഡ് ബൈ പി ആർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. അതുപോലെ എ ബി ഡിവൈഡഡ് ബൈ പി ക്യു, എ ബി ബൈ പി ക്യു കെ എന്ന് കിട്ടി. ഇനി ഇപ്പം നമുക്ക് ആരെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാടാ? ബി സിയും ക്യു ആറും അല്ലേ. ഞാൻ പറയുവാണ് ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ. അപ്പം നമുക്ക് എന്ത് എഴുതി നോക്കാം? ഇതിൽ എ സി ബൈ പി ആർ കെ എന്ന് കിട്ടി, അതുപോലെ എ ബി ബൈ പി ക്യു എന്നുള്ളത് കെ എന്ന് കിട്ടി. ഇനി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഏതൊക്കെയാണ്? ബി സിയും ക്യു ആറും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ബി സി ബൈ ക്യു ആർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി സി ബൈ ക്യു ആർ. അപ്പോൾ ബി സി ബൈ ക്യു ആർ എന്ത് വരുവാടാ? ബി സി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, കെ ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആരാണ്? അടുത്തത് ക്യു ആർ ആരാണ്? ക്യു ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ അല്ലേ. അപ്പം നമുക്ക് എന്ത് വന്നടാ? കെ ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് വന്നു. അപ്പം എന്താണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെയുള്ള ആൾക്കാരെയും കട്ട് ചെയ്തുകൂടെടാ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? ബി സി ബൈ ക്യു ആർ. ബി സി ബൈ ക്യു ആർ എന്താ വന്നേ നമുക്ക്? ബി സി ബൈ ക്യു ആറിൻ്റെ വാല്യൂ കെ തന്നെയാണ് വന്നത്. ഓക്കെ, ബി സി ബൈ ക്യു ആറും കെ വന്നു. അപ്പം നമുക്ക് എന്താ? എ സി ബൈ പി ആർ കെ വന്നു, എ ബി ബൈ പി ക്യൂവും കെ വന്നു. ഇപ്പം ചെയ്ത് വന്നപ്പോൾ ബി സി ബൈ ക്യു ആറിൻ്റെ വാല്യൂ നമുക്ക് കെ എന്ന് വന്നു. ഓക്കെ, ഈ കെ എന്ന് വന്നിട്ട് എന്താ കാര്യം? എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എന്തെങ്കിലും ബന്ധമായോ? ബന്ധമായി. ശ്രദ്ധിക്ക്, എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? പ്രൂവ് ദാറ്റ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. എടാ, ഈ ഒരു ഫിഗറിൽ രണ്ട് ഫിഗറിലേക്ക് നന്നായിട്ട് നോക്കിക്കേടാ. ഈ രണ്ട് ഫിഗർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? എ സി ഡിവൈഡഡ് ബൈ പി ആർ എന്നുള്ളതും എ ബി ഡിവൈഡഡ് ബൈ പി ക്യു എന്നുള്ളതും എന്താണ്? ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ എന്നുള്ളതും എന്താണ്? ഈക്വൽ ടു കെ എന്ന് വന്നില്ലേ അല്ലേ? മൂന്ന് പേരും ഈക്വൽ ടു കെ, അതായത് മൂന്ന് പേരും എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടിയില്ലേ? അതായത് എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ, കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ എ സി ബൈ പി ആർ, രണ്ടുപേരുടെയും എന്താണ് പെർപെൻഡിക്കുലർ എന്താണ് ഈക്വൽ ടു അടുത്ത ബി സി ബൈ ക്യു ആർ, രണ്ടുപേരുടെയും ബേസ് ഈക്വൽ ടു എന്താണ് എ ബി ബൈ പി ക്യു, രണ്ടുപേരുടെയും ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ. അപ്പൊ സൈഡുകൾ തമ്മിൽ നമുക്ക് പ്രപ്പോർഷണൽ ആണെന്ന് കിട്ടി അല്ലേ. രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ്സുകൾ തമ്മിൽ പ്രപ്പോർഷണൽ ആവണമെങ്കിൽ അത് എന്ത് തരം ട്രയാങ്കിൾ ആണ്? അത് സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. എന്താണ്? സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താടാ?
രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും ഇടാ? സൈഡ്സ് പ്രപ്പോർഷണൽ ആണ്, പക്ഷേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാടാ? BC എന്ന് പറയുന്ന സൈഡും QR എന്ന് പറയുന്ന സൈഡും പ്രപ്പോർഷണൽ ആണ്. ഈ എല്ലാ സൈഡുകളും പ്രപ്പോർഷണൽ ആണ്, മൂന്ന് സൈഡുകളും പരസ്പരം പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q എന്ന് പറയുന്നത്? ഹിയർ ഇങ്ങനെ എഴുതാം. ഹിയർ എന്താണ്? AC ഡിവൈഡഡ് ബൈ PR ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ PQ ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ QR. BC ഡിവൈഡഡ് ബൈ QR ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്? സോ ദ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്നെഴുതാം അല്ലേ? ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ therefore നമുക്ക് എന്തെഴുതാം? For two similar triangle the corresponding sides are proportional and corresponding angles are equal. അങ്ങനെ കൂടി എഴുതി വെച്ച് അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? therefore angle B is equal to angle Q എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നും. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ആദ്യം ശ്രദ്ധിക്കാനുള്ള എന്താ? അവർ പറഞ്ഞിരിക്കുന്നത് sin B ഈക്വൽ ടു sin Q എന്നൊരു ഹിന്റ് തന്നു അല്ലേ? നമ്മൾ അതിൽ നിന്ന് എന്താ വേണ്ട? നമുക്ക് B is equal to Q ആണെന്ന് തെളിയിക്കണം. തെളിയിക്കാനായിട്ട് നമ്മൾ രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു, അവരുടെ കറസ്പോണ്ടിങ് സൈഡ്സ് എടുത്ത് നോക്കി അല്ലേ, പ്രപ്പോർഷണൽ ആണോ ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെയാണെന്ന് എഴുതിയിട്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നോക്കി. സൈഡ് കണ്ടുപിടിച്ചൊരു കോൺസ്റ്റന്റ് ആണെന്ന് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്ത് വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്ത് എല്ലാ സൈഡ്സും പ്രപ്പോർഷണൽ ആയിട്ട് വന്നുകൊണ്ട് അതൊരു സിമിലർ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. സിമിലർ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ക്ലിയർ? മനസ്സിലായോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇൻ ട്രയാങ്കിൾ OPQ റൈറ്റ് ആംഗിൾ ഈസ് അറ്റ് P. OP is equal to 7 centimeter. OQ minus PQ is equal to 1 centimeter. Determine the value of sin Q cos Q. കണ്ടോ? നല്ലതായിട്ട് ശ്രദ്ധിക്കണേ. പക്ഷേ സിമ്പിൾ ആണ്, ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, ട്രയാങ്കിൾ OPQ തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ഈസ് അറ്റ് P. ഓക്കെ, റൈറ്റ് ആംഗിൾ Pയിലാണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? OP is equal to 7 centimeter. OP എന്ന് പറയുന്ന ബേസിന്റെ ലെങ്ത് 7 centimeter ആണ്. ഓക്കെ, OQ മൈനസ് PQ 1 ആണ്. OQ എന്താ? OQ മൈനസ് PQ, അതായത് ഹൈപ്പോട്ട്ന്യൂസിന്റെയും ഓൾട്ടിറ്റ്യൂഡിന്റെയും അല്ലെ സൈഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്? 1 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? സൈൻ Q വേണം, അതുപോലെ തന്നെ കോസ് Qയും വേണം. എങ്ങനെ ചെയ്യാടാ? ആദ്യം നമ്മൾ എന്ത് വേണം? എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് അതേപോലെ എടുത്തങ്ങ് എഴുതാം. ഓക്കെ, എന്തൊക്കെയാണ്? കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ OPQ. ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? OP is equal to 7 centimeter. OP equal to 7 centimeter. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? OQ മൈനസ് PQ. OQ മൈനസ് PQന്റെ വാല്യൂ 1 centimeter ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സൈൻ Qയും കോസ് Qയും കണ്ടുപിടിക്കണം. സൈൻ Q വേണമെങ്കിൽ എന്താടാ സൈൻ Q? അല്ലെങ്കിൽ എന്താ സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേടാ. അപ്പൊ ഇവിടെ സൈൻ Q എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, സൈൻ Q ഇതല്ലേ Q, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? OP അല്ലേ? ഡിവൈഡഡ് ബൈ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്? OQ അല്ലേ? പക്ഷേ ക്വസ്റ്റ്യനിൽ OQ ഉണ്ടോ? OQ തന്നിട്ടില്ല. പക്ഷേ OQ മൈനസ് PQന്റെ വാല്യൂ 1 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ സൈൻ Q കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? അതിന്റെ ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിച്ചേ പറ്റൂ അല്ലേ? ഓക്കെ, അപ്പൊ ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിക്കണേ. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? കോസ് Q ഉണ്ടാണ്. കോസ് Qന്റെ ഫോർമുല എന്താണ്? കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ കോസ് Qവിന്റെ കോസ് വാല്യൂ അഡ്ജസന്റ് സൈഡ് PQ ഡിവൈഡഡ് ബൈ എന്താണ്? QP അല്ലേ? സോറി, OQ. PQ ഡിവൈഡഡ് ബൈ OQ. അപ്പൊ അവിടെ PQ നമുക്ക് വേണം. അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ ബാക്കി 2 സൈഡ് കൂടി കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സൈൻ Qന്റെയും കോസ് Qന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു ഹിന്റ് ആണ് OQ മൈനസ് PQ ഈസ് ഈക്വൽ ടു 1. എന്താണ്? OQ മൈനസ് PQ 1 ആണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു OQ മൈനസ് PQ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേടാ? അതിന് OQ എന്താണ്? OQ ഇതല്ലേ, ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ? ഞാൻ പറഞ്ഞു OQ ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു 1 പ്ലസ് PQ ആണ്. ഇക്വേഷൻ നമ്പർ 1 ആയി കൊടുത്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? OQ മൈനസ് PQ 1 ആണെങ്കിൽ OQ ഈസ് ഈക്വൽ ടു 1 പ്ലസ് PQ ആണ്. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ,
നമുക്കറിയാം എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഏതെങ്കിലും ഒരു രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല പൈതഗോറസ് തിയറം അല്ലേ. സോ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം ചുമ്മാ ഒന്ന് അപ്ലൈ നോക്കിയാലോ. പൈതഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ഏതാടാ? OQ അല്ലേ? OQ ആണ്. എന്തുകൊണ്ട്? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഹൈപ്പോട്ടന്യൂസ്. OQ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ OP സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ PQ സ്ക്വയർ. കേട്ടോ, അപ്പോൾ OQ സ്ക്വയർ ഈസ് ഈക്വൽ ടു OP സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? OQവിന് പകരം 1 പ്ലസ് PQ എന്ന് കൊടുത്തുകൂടെടാ? OQ എന്ന് പകരം 1 പ്ലസ് PQ എന്ന് കൊടുക്കാം. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടിയല്ലേ അത്. അപ്പം ഞാൻ പറയുവാണ് 1 പ്ലസ് PQ ഹോൾ സ്ക്വയർ ഈക്വൽ ടു OP സ്ക്വയർ. OP സ്ക്വയർ എന്താ? OPയുടെ വാല്യൂ ഉണ്ട് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 7 സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ ഞാൻ അതേപോലെ അങ്ങ് എഴുതി, PQ സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താ? 1 പ്ലസ് PQ ദ ഹോൾ സ്ക്വയർ അല്ലേ? 1 പ്ലസ് PQ ദ ഹോൾ സ്ക്വയർ അഥവാ A പ്ലസ് B ദ ഹോൾ സ്ക്വയർ ഫോമിലല്ലേടാ? A പ്ലസ് B ദ ഹോൾ സ്ക്വയർ വന്നാൽ A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 പ്ലസ് PQ ദ ഹോൾ സ്ക്വയർ വന്നാൽ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു PQ 2PQ പ്ലസ് PQവിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 7ൻ്റെ സ്ക്വയർ 49 പ്ലസ് PQവിൻ്റെ സ്ക്വയർ. ഇത്രയും ഓക്കെ ആണോ? 1 പ്ലസ് 2PQ പ്ലസ് PQ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 പ്ലസ് PQ സ്ക്വയർ. ഇക്വേഷനിലേക്ക് വന്നേ. രണ്ട് സൈഡിലും ഒരു PQ സ്ക്വയർ ഇല്ലേടാ? രണ്ടുപേരെ എനിക്കൊന്ന് കട്ട് ചെയ്തൂടെ? രണ്ട് സൈഡിലും PQ സ്ക്വയർ വന്നു, രണ്ടുപേരെയും കട്ട് ചെയ്തു. അതായത് എന്താ? കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ PQ സ്ക്വയർ മൈനസ് PQ സ്ക്വയർ ആവും, അതാണ് 0 വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ബാക്കി ആരൊക്കെയാ ഉള്ളത്? 1 പ്ലസ് 2PQ ഇസ് ഈക്വൽ ടു 49 അല്ലേ? 1 പ്ലസ് 2PQ ഇസ് ഈക്വൽ ടു 49 എന്ന് വന്നു. അതിൽ നിന്ന് 2PQ അപ്പോൾ എന്ത് വരുവാടാ? 49 മൈനസ് 1 അഥവാ 48 എന്ന് വന്നു. PQവിൻ്റെ വാല്യൂ 48 ഡിവൈഡഡ് ബൈ 2 അഥവാ 24 എന്ന് വരും. നമുക്ക് എന്ത് കിട്ടി? PQവിൻ്റെ വാല്യൂ കിട്ടി അല്ലേടാ? PQ എന്താണ്? 24. PQ ഏതാ? ഇതല്ലേ? അതിൻ്റെ എന്താണ്? പെർപെൻഡിക്കുലർ അല്ലേ? 24 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് വേണം? ഇപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലറും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് ബേസും ഉണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചൂടെ? പൈതഗോറസ് വെച്ച് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടന്യൂസ് ഏതാടാ? OQ ആണ്. പക്ഷെ ഒരു കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, എന്താണ്? OQ മൈനസ് PQവിൻ്റെ വാല്യൂ 1 ആണ്. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് അങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കണമെന്നില്ല. ഇവിടെ ഹിന്റ് പറഞ്ഞിട്ടുണ്ട് OQ മൈനസ് PQ 1 ആണ് അല്ലേ? OQ മൈനസ് PQ 1 ആണ്. OQ നമുക്കറിയില്ല, OQ ആണ് കണ്ടുപിടിക്കാനുള്ളത്. മൈനസ് PQ എന്താണ്? PQവിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി 24 വിച്ച് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ OQ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് 24 അഥവാ 25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എന്ത് വന്നടാ? 25 സെൻറ്റിമീറ്റർ എന്ന് വന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് 3 സൈഡും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? സൈൻ ക്യൂവും കോസ് ക്യൂ അല്ലേ? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ എല്ലാ സൈഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈനോ കോസോ എന്താണ് സീക്കോ എന്ത് വേണേലും കണ്ടുപിടിക്കാം അല്ലേ? അപ്പം ഞാൻ പറയുക എന്താണ്? സൈൻ ക്യൂ വേണം. അപ്പം സൈൻ ക്യൂ എങ്ങനെ ചെയ്യാം? സൈൻ ക്യൂ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ക്യൂ അല്ലേ ഇത്? ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? 7 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഏതാടാ? 25 അല്ലേ? അപ്പം സൈൻ ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 7/25 എന്ന് വരും. ക്ലിയർ ആയോ? പിന്നെ എന്താണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്? കോസ് ക്യൂ അല്ലേ? കോസ് ക്യൂ എന്തായിരിക്കും? കോസ് ക്യൂ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ക്യൂവിൻ്റെ അഡ്ജസൻറ്റ് ഏതാ? 24 അല്ലേ? 24 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാടാ? 25 അല്ലേ? അപ്പം 24 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. സൈൻ ക്യൂവും കിട്ടി, കോസ് ക്യൂവും കിട്ടി. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 7/8. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. നോക്കിക്കേ. ഓക്കെ, നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ ഇതേപോലെയുള്ള കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്താണ് മാക്സിമം എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ ചെയ്ത് പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് കണ്ട് പേടിക്കുന്നു വേണ്ട. നമുക്ക് ലോജിക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. കോട്ട് തീറ്റയുടെ വാല്യൂ 7/8 പറയുന്നുണ്ടോ? എന്താ തന്നിട്ടുള്ളത് നമുക്ക്? കോട്ട് തീറ്റ. അപ്പോൾ ആലോചിക്കണം, കോട്ട് തീറ്റ എന്താടാ? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ
ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താൽ അതിന്റെ കോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് തീറ്റ നമുക്കറിയാം ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് അല്ലെ? ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ. ടാൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലേടാ ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആയ കോട്ട് തീറ്റ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓക്കെ, അപ്പൊ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ആ വാല്യൂ എന്താ പറഞ്ഞിരിക്കുന്നത്? 7/8. അപ്പൊ ഞാൻ എന്താണ് ഈ ഒരു ഡേറ്റ വെച്ച് ഞാൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുവാണേ. ഇതിപ്പോൾ ABC എന്നൊരു പേരൊക്കെ കൊടുത്തു, ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അങ്ങ് വരച്ചു. ഓക്കെ, അപ്പം നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എഴുതണം കൺസിഡർ ട്രയാംഗിൾ ABC എന്നൊക്കെ പറഞ്ഞ് വരച്ചു നോക്കണേ. എന്നിട്ട് അതിൽ എന്താണ്? തീറ്റ, കോട്ട് തീറ്റ. അപ്പോൾ ഒരു തീറ്റ നമുക്ക് ഈ C എന്നുള്ളതിന് എന്തിനെങ്കിലും നമുക്കൊരു തീറ്റ വാല്യൂ കൊടുക്കാം. ആംഗിൾ തീറ്റ എന്നിരിക്കട്ടെ. തീറ്റയാണെങ്കിൽ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. എന്താ അത്? 7/8 അല്ലേ? അപ്പോൾ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണ് 7/8. അപ്പോൾ അഡ്ജസന്റിന്റെ അടുത്ത് ഏതാ? 7. തീറ്റ ഇതാണെങ്കിൽ അതിന്റെ അഡ്ജസന്റ് 7. തീറ്റ ഇതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് 8. കണ്ടോ? അപ്പൊ നമുക്ക് എന്താ വന്നേ? 7ഉം 8ഉം കിട്ടി അല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താടാ? 1 + sin θ × 1 - sin θ by 1 + cos θ × 1 - cos θ. 1 + sin θ × 1 - sin θ. അതായത് നമുക്ക് സൈൻ ഒക്കെയാണ് വേണ്ടത് അല്ലേടാ? അപ്പൊ സൈൻ വേണമെങ്കിൽ എന്താ വേണം? ഓപ്പോസിറ്റ് സൈഡും വേണം, എന്താണ്? ഹൈപ്പോട്ട്ന്യൂസും വേണം. പക്ഷേ ഇവിടെ നമുക്ക് എന്താ? ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസന്റ് സൈഡും ഉണ്ട്. ഹൈപ്പോട്ട്ന്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? ഹൈപ്പോട്ട്ന്യൂസിനെ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള എന്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ എല്ലാ പാർട്ടുകളും കണ്ടുപിടിച്ചോണം. ക്വസ്റ്റ്യൻ കിട്ടിയ ഉടൻ തന്നെ എന്താണ്? ഏതെങ്കിലും 2 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡുടെയും കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. കാരണം നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യൂസ് എല്ലാം വേണമെങ്കിൽ ഈ 3 സൈഡും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കേടാ, അപ്പൊ ഇനി ക്വസ്റ്റ്യനിലേക്ക് വാ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? AC കണ്ടുപിടിച്ചൂടെ? AC അപ്പൊ എന്ത് കിട്ടും? AC എന്ന് പറഞ്ഞാൽ √, അല്ലേ? എന്തായിരിക്കും? 7² + 8². ഞാൻ വീണ്ടും പറയുന്നില്ല, പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാമല്ലോ. 7² + 8². 7ന്റെ സ്ക്വയർ എത്ര? 49 പ്ലസ് 8ന്റെ സ്ക്വയർ 64 അല്ലേ? അപ്പൊ എന്ത് വരുവാടാ? √49 + √64 എന്ന് വരത്തില്ലേ? നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ 113 എന്ന് വരും. √113 എന്ന് വരും കേട്ടോ. AC-യുടെ വാല്യൂ എത്ര വരും? √113 എന്ന് വരും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ എഴുതി കൂടെടാ. ഈ തീറ്റയുടെ സൈൻ തീറ്റയുടെ വാല്യൂ എഴുതി കൂടെ? എന്തായിരിക്കും സൈൻ തീറ്റ? സൈൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അല്ലേ ഹൈപ്പോട്ട്ന്യൂസ് ഇപ്പൊ എനിക്ക് എന്താ? √113 അല്ലെ? √113 എന്ന് വന്നു. ഇതായിരിക്കും സൈൻ തീറ്റയുടെ വാല്യൂ. അപ്പൊ ന്യൂമറേറ്ററിലൊരു 1 + sin θ ഒക്കെ ഉണ്ട്. അപ്പൊ 1+ ഒക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. സൈൻ തീറ്റ വേണം. അപ്പൊ സൈൻ തീറ്റ = 8/√113 എന്ന് എഴുതി. ഇനി ആരാ ഉള്ളേ? കോസ് തീറ്റ വേണം. അപ്പൊ കോസ് തീറ്റയും കണ്ടുപിടിക്കണ്ടേ നമ്മള്? അപ്പൊ കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? കോസ് തീറ്റ = അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ? അപ്പോൾ തീറ്റയുടെ അഡ്ജസന്റ് ഏതാടാ? 7 അല്ലേ? 7 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് √113 എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? സൈൻ തീറ്റയും കണ്ടുപിടിച്ചു, കോസ് തീറ്റയും കണ്ടുപിടിച്ചു. ഇനി എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? 1 + sin θ × 1 - sin θ. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ എല്ലാവരും. ആ ന്യൂമറേറ്ററിലോട്ട് നോക്കിയേ. A + b × a - b അല്ലേടാ? A + b × a - b എന്താണ്? a² - b² അല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന് എന്തെഴുതാം? a² - b² ഫോം എഴുതാം. അതായത് 1 + sin θ × 1 - sin θ-നെ 1² - sin² θ എന്ന് എഴുതാമല്ലോ. അപ്പൊ നമുക്ക് എഴുതാം. അതുപോലെ ഡിനോമിനേറ്ററിലും കണ്ടോ? 1 + cos θ × 1 - cos θ അല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? അതിനെയും A + b × a - b ഫോമിൽ എഴുതുമ്പോൾ 1² - cos² θ ഫോമിൽ എഴുതാം. ഓക്കെ, അതിന് മുന്നേ എന്തെഴുതാം നമുക്ക്? സ്റ്റെപ്പ് ഇതാ. ഫ്രാക്ഷൻ ഈസ് ഓഫ് ദ ഫോം A + b × a - b അല്ലേ? സോ ദ റിസൾട്ട് ഈസ് a² - b². ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ 1 + sin θ × 1 - sin θയ്ക്ക് പകരം 1² - sin² θ ഡിവൈഡഡ് ബൈ എന്താണ്? ഡിനോമിനേറ്ററിൽ 1² - cos² θ അല്ലെ? 1² - cos² θ എന്ന് എഴുതാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി 1² - sin² θ കണ്ടോ? 1² - sin² θ എന്താടാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്തേ. നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടില്ലേ? ഏത് ഐഡന്റിറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? sin² θ + cos² θ = 1 പഠിച്ചിട്ടില്ലേടാ? sin² θ
പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 1 മൈനസ് 1ന്റെ സ്ക്വയർ 1 തന്നെ ആണല്ലോ. അപ്പൊ നമുക്കിതിനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്തായിരിക്കും ഇതിന്ന്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ അല്ലേടാ? കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ എനിക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം എനിക്കിവിടെ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ? കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ. ഇനി അടുത്ത എന്താ താഴെയുള്ളത്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആണ്. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ അല്ലേടാ? സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം. കോസ് സ്ക്വയർ തീറ്റ, കോസ് തീറ്റ നമ്മൾ പഠിച്ചു. എന്താണ്? നമുക്ക് ആൻസർ കിട്ടി. കോസ് തീറ്റ. കോസ് തീറ്റ എന്തായിരുന്നു? 7/√113 അല്ലേ? 7/√113. 7/√113 ഇതാണ് കോസ് തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും? 7/√113 ദ ഹോൾ സ്ക്വയർ. കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ എന്താ? 8/√113. അപ്പോൾ ഡിവൈഡഡ് ബൈ 8/√113 സ്ക്വയർ എന്ന് വരും അല്ലേടാ? ഇങ്ങനെ വരില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇനി എന്താ? 7ന്റെ സ്ക്വയർ 49 ഡിവൈഡഡ് ബൈ √113യുടെ സ്ക്വയർ. റൂട്ടും 113 കൂടി ഒരുമിച്ച് വന്നാൽ, റൂട്ടും സ്ക്വയറും കൂടി ഒരുമിച്ച് വന്നാൽ അത് രണ്ടും കൂടി കട്ട് ചെയ്ത് പോയിട്ട് നമ്പർ മാത്രം എഴുതും. ബൈ √113 എന്ന് വരും. ഡിവൈഡഡ് ബൈ 8ന്റെ സ്ക്വയർ 64 ഡിവൈഡഡ് ബൈ 113 എന്ന് വരും. 113യും 113യും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ആൻസർ? 49 ഡിവൈഡഡ് ബൈ 64 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്താണ്? 49 ഡിവൈഡഡ് ബൈ 64. അതാണ് എന്തെന്ന് പറയുന്നത്? അതാണ് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ഫൈൻ കോട്ട് സ്ക്വയർ തീറ്റ. കോട്ട് സ്ക്വയർ തീറ്റ സൂക്ഷിച്ച് നോക്കിക്കേ. കോട്ട് സ്ക്വയർ തീറ്റ എന്താ? കോട്ട് തീറ്റ എന്താണ്? 7/8. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ എന്തായിരിക്കും ഇവിടെ? കോട്ട് തീറ്റ രണ്ടാമത്തെ ആണേ. കോട്ട് തീറ്റ ഈക്വൽ ടു 7/8 അല്ലേ? അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് എഴുതാം? 7/8ന്റെ സ്ക്വയർ അല്ലേ? അതായത് എന്ത് വരും? 49/64 എന്ന് തന്നെ വരും കേട്ടോ. 49/64. അതായത് ഈ കോട്ട് സ്ക്വയർ തീറ്റയും എന്ത് തന്നെയാണ്? 49/64 ആണ്. അതായത് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന ആൻസർ തന്നെയാണ് കോട്ട് സ്ക്വയർ തീറ്റയുടെയും വാല്യൂ. ക്ലിയർ ആയോ? മനസ്സിലായോടാ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ട്രയാങ്കിൾ ABC, റൈറ്റ് ട്രയാങ്കിൾ ഈസ് അറ്റ് B. If tan A is equal to 1/√3, then find the value of sin A cos C plus cos A sin C. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ cos A cos C മൈനസ് sin A sin C. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABC അവർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ അങ്ങ് വരച്ചു പോവാം. നമുക്ക് ആദ്യമേ ABC ആണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ ഈസ് അറ്റ് B. റൈറ്റ് ആംഗിൾ ബിയിലാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക? ടാൻ എ ഈക്വൽ ടു 1/√3. ടാൻ എ ഇസ് ഈക്വൽ ടു 1/√3. എന്താണ് ടാൻ എ? ടാൻ എ എന്ന് പറഞ്ഞാൽ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേടാ? ആണല്ലോ. അപ്പൊ നമുക്ക് ടാൻ എ, അപ്പൊ ടാൻ എയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എത്ര? അപ്പൊ ഇവിടെ ടാൻ എ ഇസ് ഈക്വൽ ടു 1/√3 അല്ലേ? അപ്പോൾ ടാൻ എയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ഡിവൈഡഡ് ബൈ എയുടെ അഡ്ജസന്റ് സൈഡ് √3. കണ്ടോ? ഇങ്ങനെയാണ് സൈഡ് എഴുതുന്നത്. 1/√3 കിട്ടി. അങ്ങനെ ആണെങ്കിൽ നമുക്ക് വേണ്ടത് സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി. ഓക്കെ, സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി. അപ്പോൾ എന്താ? സൈനും കോസും ഒക്കെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? തന്നിട്ടുള്ളത് ഏതാണ്? ടാൻ അല്ലേ? അപ്പോൾ സൈൻ വേണമെങ്കിൽ എന്ത് വേണോടാ? ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഒരു ക്വസ്റ്റിനെ പറഞ്ഞു, സൈൻ വേണമെങ്കിൽ എന്ത് വേണം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വേണം. ഹൈപ്പോട്ടന്യൂസ് വേണം അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഉണ്ടോ? ഈ റൈറ്റ് ട്രയാങ്കിൾ ABC ഹൈപ്പോട്ടന്യൂസ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള ഏതൊക്കെയാണ്? ബേസും ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഹൈപ്പോട്ടന്യൂസിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് AC² ഇസ് ഈക്വൽ ടു √AB² പ്ലസ് 1² എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് വരുവാടാ? √AB², √AB അല്ലേ? √3 അല്ലേടാ? √3ന്റെ സ്ക്വയർ പ്ലസ് 1ന്റെ സ്ക്വയർ 1.
അപ്പോൾ എന്ത് വരും നമുക്ക്? റൂട്ടും സ്ക്വയർ കൂടി വരുമ്പോൾ കട്ട് ചെയ്ത് പോയി റൂട്ട് ഓഫ് 3 + 1 അഥവാ റൂട്ട് 4 എന്ന് വരും. റൂട്ട് 4 എന്താണ്? 2 അല്ലേ? 2 എന്ന് കിട്ടി അല്ലേ? അപ്പം നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് അഥവാ എ സി സ്ക്വയർ എന്നാണ്, എ സിൻ്റെ സ്ക്വയർ ആണ് 4, മനസ്സിലായില്ലേ? അപ്പോൾ എ സി റൂട്ട് 4 അഥവാ 2 എന്ന് കിട്ടി. ഓക്കെ, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടിയില്ലേടാ? ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വന്നൂടെ? ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്? സൈൻ എയും കോസ് സിയും വേണം, കോസ് എയും സൈൻ സിയും വേണം. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവരുടെയൊക്കെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കാം. സൈൻ എ, കോസ് സി, കോസ് എ, സൈൻ സി ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. സൈൻ എ എടുക്കാം ഫസ്റ്റ്. സൈൻ എ എന്തായിരിക്കുംടാ? എയുടെ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ എയുടെ ഹൈപ്പോട്ട്ന്യൂസ്. എയുടെ ഹൈപ്പോട്ട്ന്യൂസ് അല്ല, ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് 1/2 അല്ലേ? 1/2 എന്ന് കിട്ടി. അടുത്തത് കോസ് സി എന്തായിരിക്കും? കോസ് സി. കോസ് സിയുടെ കോസ് ഇതാണ് സി. അപ്പൊ സിയുടെ അടുത്തുള്ള കോസ് ആവുമ്പം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് 1/2 തന്നെയാണ്. അതും 1/2 എന്ന് കിട്ടി. ഓക്കെ, സൈൻ എയും കോസ് സിയും കിട്ടി. ഇനി ആരാ വേണ്ടേ? കോസ് എയും സൈൻ സിയും. ഓക്കെ, കോസ് എ എന്താ? എയുടെ കോസ്, എയുടെ അഡ്ജസന്റ് √3 ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് √3/2 അല്ലെ? √3/2. ഓക്കെ, കോസ് എ കിട്ടി. അടുത്ത എന്താ വേണ്ടേ? സൈൻ സി അല്ലെ? സൈൻ സി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സിയുടെ സൈൻ അല്ലേടാ? ഓപ്പോസിറ്റ് √3 ഡിവൈഡ് ബൈ 2 എന്ന് വന്നു. √3/2 എന്ന് വന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? നമുക്കൊരു 3 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി വേണം. ഓക്കെ, സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി എന്ത് വരും? 1/2 ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/2 ഇൻറ്റു 1/2 പ്ലസ് കോസ് എ സൈൻ സി. കോസ് എ എത്രടാ? √3/2 അല്ലേ? √3/2 ഇൻറ്റു സൈൻ സിക്ക് പകരം √3/2 തന്നെ എഴുതാം. കണ്ടോ? √3/2 ഇൻറ്റു √3/2 എന്ന് വന്നു. 1/2 ഇൻറ്റു 1/2 എന്താടാ? 1/4 അല്ലേ? 1/4 പ്ലസ് √3/2 ഇൻറ്റു √3/2 √3 ഇൻറ്റു √3 സ്ക്വയർ 3/2 ഇൻറ്റു 2 4. അഥവാ നമുക്ക് എന്ത് വരും? 3 + 1/4 അല്ലേ? ആ 3 + 1 4, 4/4 1. നമുക്ക് ആൻസർ എന്താ വരുന്നേ? 1 എന്ന് വരും. അതായത് സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സിയുടെ ആൻസർ നമുക്ക് എന്ത് വന്നു? 1 എന്ന് വന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? അടുത്ത പാർട്ട് നോക്കിക്കേ. കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സി. കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സി വേണം. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കണം? കോസ് എ വേണം, കോസ് സി വേണം, സൈൻ എ വേണം, സൈൻ സി വേണം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സി വേണം. ഓക്കെ, കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സി. കോസ് എ എന്താണ് ഇവിടെ? √3/2 അല്ലേ? √3/2 ഇൻറ്റു കോസ് സി 1/2 പ്ലസ് പ്ലസ് അല്ല, മൈനസ് ആണ്. മൈനസ് സൈൻ എ സൈൻ സി. സൈൻ എ എന്താണ്? സൈൻ എ 1/2 അല്ലേ? 1/2 ഇൻറ്റു സൈൻ സി എന്താ? √3/2 അല്ലേ? അപ്പം എന്ത് വരും ഇവിടെ? √3/2 ഇൻറ്റു 2 4 മൈനസ് √3/2 ഇൻറ്റു 2 4. √3/4 മൈനസ് √3/4 അഥവാ നമുക്ക് 0 എന്ന് വരും. കണ്ടോ? എന്താ ആൻസർ വന്നേ? 0. കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സിയുടെ വാല്യൂ നമുക്ക് എന്ത് വന്നു? 0 എന്ന് വന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, given sec theta is equal to 13/12, calculate all other trigonometric ratios. അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. ഏതെങ്കിലും ഒരു ആംഗിളിന്റെ വാല്യൂ തന്നിട്ട് ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കാനുള്ള കാര്യം. ഓക്കെ, എളുപ്പമല്ലേടാ? സീക് തീറ്റയാണ് എന്ത് തന്നിരിക്കുന്നത്? 13/12. ഓക്കെ, സീക് തീറ്റ 13/12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? സീക് തീറ്റ വെച്ച് നമ്മളൊരു ട്രയാങ്കിളിനെ അങ്ങ് അസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു ട്രയാങ്കിൾ അസ്യൂം ചെയ്തു. പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ അസ്യൂം ചെയ്തു. സീക് തീറ്റ ആലോചിക്കണേ. സീക് തീറ്റ എന്താടാ? സീക് തീറ്റ, സീക്ക് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് കോസ് അല്ലേ? ആണല്ലോ. 1/cos തീറ്റയാണ്. അപ്പം നമുക്കറിയാം കോസ് തീറ്റ എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ? അപ്പൊ സീക് തീറ്റ എന്തായിരിക്കും? 1/cos തീറ്റ, അല്ലെ 1/adjacent ബൈ ഹൈപ്പോട്ട്ന്യൂസ് അഥവാ ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസന്റ് അല്ലെ? ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസന്റ്. ഓക്കെ, അപ്പൊ ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസന്റ് അല്ലേ? അപ്പൊ ഇവിടെ ഹൈപ്പോട്ട്ന്യൂസിന് പകരം ഏതാടാ കിടക്കുന്നേ?
13 adjacent പകരം 12 അല്ലേടാ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഹൈപ്പോട്യൂസ് എന്ത് കിട്ടി? 13. അഡ്ജസന്റ് എന്ത് കിട്ടി? 12 അല്ലേ? ഇതിപ്പോൾ ഞാൻ തീറ്റയാക്കി എടുത്താൽ ഹൈപ്പോട്യൂസ് 13, അഡ്ജസന്റ് 12 കിട്ടി. ക്ലിയർ ആണോ? ഇനി എന്ത് വേണം? ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ബി കണ്ടുപിടിക്കാം. എ ബി എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യൂസ് ചോദിച്ചിട്ടുണ്ട്. അതായത് സൈൻ തീറ്റ വേണം, കോസ് തീറ്റ വേണം, ടാൻ തീറ്റ വേണം, കൊസീക് തീറ്റ വേണം, കോട്ട് തീറ്റയും കൂടി വേണം അല്ലെ? എല്ലാം നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ എന്ത് വേണം? നമുക്ക് എ ബി കണ്ടുപിടിക്കണം. സോ നമുക്ക് എ ബി എങ്ങനെ കണ്ടുപിടിക്കാടാ? എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ അല്ലേ? എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ അഥവാ റൂട്ട് ഓഫ് എ സി സ്ക്വയർ. എ സി എത്രയാണ്? 13 അല്ലേ? 13ന്റെ സ്ക്വയർ മൈനസ് 12ന്റെ സ്ക്വയർ. റൂട്ട് 169 മൈനസ് 144. റൂട്ട് 25 എന്ന് വരും. നമുക്ക് റൂട്ട് 25 എന്താണ്? 5 സെന്റിമീറ്റർ അല്ലേ? റൂട്ട് 25 5 സെന്റിമീറ്റർ. അപ്പം നമുക്ക് എ ബിയുടെ വാല്യൂ എത്ര കിട്ടിയത്? 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇത്രയും ഓക്കെ ആണോ? കിട്ടിയില്ലേ? അപ്പം നമുക്ക് എ ബി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം കണ്ടുപിടിച്ചൂടെ? സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും എല്ലാം കിട്ടും, കാരണം എല്ലാ സൈഡും കിട്ടി. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്താ? സൈൻ തീറ്റ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് ഏതാടാ? 5 അല്ലേ? 5 ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് 13. കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ നമുക്ക് കിട്ടിയതാണ് ഓൾറെഡി. അഡ്ജസന്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഓക്കെ, ടാൻ തീറ്റ എന്താണെടാ? ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ്. അപ്പോൾ 5/12 എന്ന് കിട്ടി. ഓക്കെ, ഇനി സീക് തീറ്റ നമുക്ക് കിട്ടി. കൊസീക് തീറ്റ എന്താണ്? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ. സൈൻ തീറ്റ ഇവിടെ എന്തായിരുന്നു? 5/13 ആയിരുന്നു. അപ്പോൾ കൊസീക് തീറ്റ എന്ത് വരും? 13 ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഓക്കെ, കൊസീക് തീറ്റ. സീക് തീറ്റ ഓൾറെഡി ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അടുത്ത ഏതാണ്? കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ത് വരും ഇവിടെ? 1/tan തീറ്റ അല്ലേ? അപ്പോൾ നമുക്ക് ടാൻ തീറ്റ 5/12 ആണ്. കോട്ട് തീറ്റ 12/5 എന്ന് വരും. എല്ലാം കിട്ടിയില്ലേ നമുക്ക്? ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ്. കണ്ടോ, ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്കൊരു 3 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ കുറച്ചുകൂടിയൊക്കെ വലുത് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് പഠിച്ചു വെക്കണം. ഞാൻ അന്ന് ഫസ്റ്റ് പ്രിലിംസിൻ്റെ ക്ലാസ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞായിരുന്നു എന്താണ്, ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് ട്രിഗണോമെട്രിക് വാല്യൂസ് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേടാ? സൈൻ 30, കോസ് 30 അല്ലേ? സൈൻ 60, കോസ് 60, ടാൻ 60, അങ്ങനെ കുറേ വാല്യൂസ്, ബേസിക് വാല്യൂസ് ഉണ്ട്. അത് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റൂ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? 5 × cos square 60 പ്ലസ് 4 sec square 30 മൈനസ് ടാൻ സ്ക്വയർ 45 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30 എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് എന്ത് വേണം? ആദ്യം 5 × ഒക്കെ അവിടെ നിൽക്കട്ടെ, കോസ് സ്ക്വയർ 60. അപ്പോൾ കോസ് സ്ക്വയർ 60 അവിടെ നിൽക്കട്ടെ. നമുക്ക് കോസ് 60 കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് കണ്ടുപിടിച്ച് നമുക്ക് സൈഡിലോട്ടൊന്ന് എഴുതി വെക്കാം. ഓക്കെ, കോസ് 60യുടെ വാല്യൂ എന്തായിരുന്നു ഇവിടെ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കോസ് 60 അത് കാണാതെ പഠിച്ച് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കോസ് 60 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. നമുക്കറിയാം കോസ് 30 റൂട്ട് 3/2 ആണ്. അപ്പോൾ കോസ് 60 1/2 ആണ്. കോസ് 60 1/2. കോസ് 60യും ശ്രദ്ധിക്കണേ, കോസ് 60യും സൈൻ 30യും ഇവർ രണ്ടുപേരും 1/2 ആണ്. തെറ്റിക്കരുത്. കോസ് 60യും സൈൻ 30യും 1/2. അതുപോലെ തന്നെ സൈൻ 60യും കോസ് 30യും എവിടെ കണ്ടാലും റൂട്ട് 3/2. ഓർക്കണേ, എന്താണ്? കോസ് 60യും സൈൻ 30യും 1/2, സൈൻ 60യും കോസ് 30യും റൂട്ട് 3/2. അടുത്ത സൈൻ 45ഉം കോസ് 45ഉം 1/√2. കണ്ടോ? സൈൻ 45ഉം കോസ് 45ഉം 1/√2 തന്നെയാണ്. പിന്നെ ആരാ ഉള്ളേ? സൈൻ 0യും കോസ് 90യും. സൈൻ 0യും കോസ് 90യും എത്രയാണ്? 0 ആണ്. കണ്ടോ? സൈൻ 0യും കോസ് 90യും 0 ആണ്. അതുപോലെ കോസ് 0യും സൈൻ 90യും 1ഉമാണ്. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം. ഇത്രയും വാല്യൂസ് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. ഈ രണ്ടെണ്ണം വീതമുള്ള ഒരു പെയേഴ്സ് ആക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സൈൻ കോസ് 60 സൈൻ 30 1/2, സൈൻ 60 കോസ് 30 റൂട്ട് 3/2, സൈൻ 45ഉം കോസ് 45ഉം സെയിം തന്നെയാണ്. സൈൻ 0 കോസ് 90 0, കോസ് 0 സൈൻ 90 1. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേടാ. 5 × കോസ് സ്ക്വയർ 60 അല്ലേ? ഞാൻ ആദ്യം ഓരോന്നും കണ്ടുപിടിക്കുവാണേടാ. 5 × കോസ് സ്ക്വയർ 60 എന്ത് വരും? 5 × കോസ് 60 എന്താ പറഞ്ഞേ? കോസ്
കോസ് 60 1/2 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ 60 എന്തായിരിക്കും? 1/4 അല്ലേടാ? 1/4. അപ്പോൾ നമുക്കത് എന്ത് വരും? 5 × 1/4 5/4. അവിടെ നിൽക്കട്ടെ. അടുത്ത ഏതാ? 4 × 6 സ്ക്വയർ 30. 4 × 6 സ്ക്വയർ 30. ഇത് എളുപ്പത്തിന് നമുക്ക് ഒറ്റ സ്റ്റെപ്പിലിട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. 4 × 6 സ്ക്വയർ 30. 4 × 6 സ്ക്വയർ 30. 6 സ്ക്വയർ 30യുടെ വാല്യൂ ഞാൻ പറഞ്ഞോടാ 6 സ്ക്വയർ 30 പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ എന്തറിയാം എനിക്ക്? സിക്ക് എന്തിന്റെ റെസിപ്രോക്കൽ ആണോടാ? കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ ഇനി കോസ് 30യുടെ വാല്യൂ അറിയാമെങ്കിൽ സീക്ക് 30യുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. ഇവിടെ സീക്ക് 30 കോസ് 30 എത്രടാ? കോസ് 30 √3/2 അല്ലേ? കോസ് 30 √3/2 ആയതുകൊണ്ട് തന്നെ സീക്ക് 30 എന്തായിരിക്കും? 2/√3 ആയിരിക്കും. കണ്ടോ? 2/√3 ആയിരിക്കും. അപ്പൊ എന്ത് വരും? 4 × 2/√3 സ്ക്വയർ എന്ന് വരും. അഥവാ 4 × 2ന്റെ സ്ക്വയർ 4, √3ന്റെ സ്ക്വയർ 3. അപ്പൊ 4 4 16 /3 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? അത്രയും ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താ വേണ്ടേ? ടാൻ സ്ക്വയർ 45. ടാൻ സ്ക്വയർ 45. ടാൻ 45ന്റെ വാല്യൂ എന്താ? അതും ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ്. ടാൻ 45 1 ആണ്. ടാൻ 45 1 ആണ്. അതുപോലെ തന്നെ ടാൻ 30 എന്താടാ? 1/√3 ആണ്. ടാൻ 60 √3 ആണ്. ഇത്രയും വാല്യൂസ് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാൻ വേണ്ടിയിട്ട് പഠിക്കണം. എന്താണ്? കണ്ടോ? സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും അല്ലേ, ഇവരുടെ 3 പേരുടെയും 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 0 ഡിഗ്രി ഇത്രയും വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ. ഇനി എന്താ? ടാൻ സ്ക്വയർ 45. ടാൻ 45 1 ആണ്. ടാൻ സ്ക്വയർ 45 1 തന്നെയാണ് അല്ലേ? 1ന്റെ സ്ക്വയർ 1 തന്നെയല്ലേ? ഓക്കെ. അടുത്ത എന്താടാ? സൈൻ സ്ക്വയർ 30. ഡിനോമിനേറ്ററിലേക്ക് വന്നു. സൈൻ സ്ക്വയർ 30. സൈൻ 30 എന്താടാ? സൈൻ 30 1/2 അല്ലേ? അപ്പൊ സൈൻ സ്ക്വയർ 30 എന്താണ്? 1/4 ആണ് അല്ലേ? അടുത്തത് കോസ് സ്ക്വയർ 30. കോസ് 30 എത്രടാ? √3/2 അല്ലേ? അപ്പൊ കോസ് സ്ക്വയർ 30 എന്തായിരിക്കും? 3/4 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേടാ? ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി നമുക്ക് ഫ്രാക്ഷനിലാക്കാം. ഇവർ പറഞ്ഞ പോലെ ആക്കാം. 5 × cos സ്ക്വയർ 60. അതിന് പകരം എന്താ? 5/4 കിട്ടി അല്ലേ? സൈൻ ഏതാ? പ്ലസ് ആണ്. 4 × 6 സ്ക്വയർ 30. 4 × 6 സ്ക്വയർ 30ക്ക് പകരം 16/3. ഓക്കെ. -1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 30. സൈൻ സ്ക്വയർ 30ക്ക് പകരം 1/4 പ്ലസ് കോസ് സ്ക്വയർ 30ക്ക് പകരം എന്താണ്? 3/4. കണ്ടോ? 1/4/3/4 എന്ന് കിട്ടി. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് ന്യൂമറേറ്റർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാലോ? 5/4 പ്ലസ് 16/3. 5/4 പ്ലസ് 16/3 ഒന്ന് ക്രോസ് ചെയ്താലോ? 5 × 3 പ്ലസ് 16 × 4 ഡിവൈഡഡ് ബൈ 12 അല്ലേ? -1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്. 15 ഡിവൈഡഡ് ബൈ 3 4 ഡിവൈഡഡ് ബൈ 12 -1 64 15 79/12 -1 79 -12/12 67/12 എന്ന് വരും. സോ നമുക്കത് ചെയ്ത് വരുമ്പോൾ 67 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 3/4. 1/4 പ്ലസ് 3/4 എന്താടാ? രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? സോ ഡിനോമിനേറ്റർ അതേപോലെ ഇട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. സോ 4/4 അഥവാ 1 എന്ന് വരും. നമുക്ക് ആൻസർ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 67/12 ഡിവൈഡഡ് ബൈ 1 അതായത് 67/12 എന്ന് വരും ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആണോ? എളുപ്പമല്ലേടാ ഇത്? ഈ വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഈ തരത്തിലുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാല്യൂസ് എല്ലാം പഠിച്ചു വെക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണ്? ട്രിഗണോമെട്രിക് റേഷ്യൂസിനെ കുറിച്ചായിരുന്നു. ട്രിഗണോമെട്രിക് റേഷ്യൂസിൻ്റെ അഡ്വാൻസ് ലെവലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് അതിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ തരത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോവുക, പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം ഇതുപോലെയുള്ള ഒരുപാട് ഡെറിവേറ്റീവ് പ്രൂഫ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചെയ്ത് പഠിക്കുക. ഓക്കെ. താങ്ക് യു.